മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബീഹാർ ജനത കോൺഗ്രസിനെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന എത്ര സുന്ദരമായ എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടിയത് എന്തിനാണ് എന്ത് തേങ്ങക്കാണ് എന്ന് വ്യക്തമായിട്ട് ബീഹാർ ജനത ചോദിച്ചിരിക്കുന്ന വ്യക്തമായ റിസൾട്ട് തന്നെയല്ലേ നമ്മൾ ബീഹാറിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലിയേക്ക് ബീഹാർ ജനത എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിരിക്കുന്ന കൃത്യമായൊരു റിസൾട്ടാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ തേജസ്വി യാദവിന്റെ പച്ചവർഗീയതയുടെ പച്ച പ്രീണനത്തേക്ക് എടുത്ത് ബീഹാർ ജനത എടുത്ത് ആറ്റിലെറിഞ്ഞിരിക്കുന്നു. തേജസ്വി യാദവും അതേപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു ബീഹാറിൽ എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ബീഹാറിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തേജസ്വി യാദവ് ഒക്കെ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ അടുത്ത് പോലും എത്താതെ അന്ത്യശ്വാസം വിളിച്ചോണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിട്ട് ഒറ്റ സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഒറ്റ അക്കസംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. BJPയും NDAയും ചരിത്ര ഭൂരിപക്ഷത്തിൽ കുതിച്ചോണ്ടിരിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും അഭിമാനകരമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ബീഹാറിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണവും വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില്, നിതീഷ് കുമാറിന്റെ നേതൃത്വത്തില് അവിടെ നടന്ന പ്രധാനപ്പെട്ട പ്രചരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തെ കുറിച്ച്, നമ്മുടെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ കുതിപ്പിനെ കുറിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ച് നിരന്തരം നരേന്ദ്രമോദി, അമിത്ഷാ, നിതീഷ് കുമാർ, അങ്ങനെ NDA സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകള് ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ പ്രചരണം നടത്തിയത് കൃത്യമായിട്ട് ബീഹാർ ജനത നെഞ്ചേറ്റിയിരിക്കുന്നു. രാജ്യത്തോടൊപ്പം ദേശീയതക്കൊപ്പം നിന്നുകൊണ്ട് ബീഹാർ ജനത ചരിത്ര വിജയം ദേശീയതക്കൊപ്പം സമ്മാനിച്ചിരിക്കുന്നു. BJPക്ക് സമ്മാനിച്ചിരിക്കുന്നു, NDAക്ക് സമ്മാനിച്ചിരിക്കുന്നു. അതേസമയം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ മാത്രമൊന്നല്ല, മിക്കവാറും നമ്മുടെ കേരളത്തിലെ പ്രമുഖ ചാനലുകളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ഇവർ വലിയ ആവേശത്തിൽ രംഗത്തെത്തിയിരുന്നു. ആ ഒരു ആവേശം ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. ഒറ്റ തവണ അങ്ങനെ ആവേശം ഇവർക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. ഞാൻ ഏതായാലും ഇതൊന്നും ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. നിങ്ങൾ പ്രത്യേകം സ്മൃതി പരുത്തിക്കാട്, അതേപോലെ തന്നെ അരുൺ കുമാർ, റിപ്പോർട്ടർ ചാനലിന്റെ ഓണറേക്ക് ഒരു ആവേശം വളരെ വ്യക്തമായിട്ട് നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ, എന്തൊരു ശക്തമായ പോരാട്ടമാണിത്. 90 ഇവർ ആവേശ. എന്നിട്ട് ഇവര് തന്നെ പരുത്തിക്കാടും അതേപോലെ തന്നെ അരുൺകുമാറും ഇവരൊക്കെ ഇരുന്നിട്ട് പറയും ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണ് എന്ന്. എന്നിട്ട് അതേസമയം കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് മുന്നണി ഒരു പടിയൊന്ന് അനങ്ങിയാൽ ഇവരുടെ ഒന്ന് ആനന്ദം നിങ്ങൾ നോക്കൂ. ഓ കമോൺ തേജസ്വി, എങ്ങോട്ട് കമോൺ? കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ പകുതിയിലേക്കാ വീണോണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ഒറ്റ ചുമലിലേറി ഇതാ മഹാഗഠബന്ധന്റെ ചലനം പ്രേക്ഷകർ കാണുന്നു. അങ്ങനെ ബീഹാറിൽ എന്തൊരാവേശ! 91 തേജസ്വി യാദവിന്റെ തിരിച്ചുവരവ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ സിനിമകളിൽ കാണുന്ന മനോഹരമായ ക്ലൈമാക്സുകൾ, നിങ്ങൾ സിനിമകളിൽ കാണുന്ന മനോഹരമായ ക്ലൈമാക്സ് ഇവരങ്ങ് പ്രതീക്ഷിക്കുക. ഈ പറയുന്ന ഇന്ത്യ മുന്നണി അങ്ങ് അധികാരത്തിലെത്തുമെന്നൊക്കെ സിനിമയിലെ ക്ലൈമാക്സ് പോലെ, അതെ സിനിമയിലെ ക്ലൈമാക്സ് പോലെ തന്നെ, സിനിമയിലെ ഹീറോ വിജയിക്കുന്നത് പോലെ തന്നെ, സിനിമയിൽ നന്മ ചെയ്യുന്നവർ വിജയിക്കുന്നത് പോലെ തന്നെ, ആദ്യം ഒന്ന് സിനിമാ നടൻ ഹീറോ ഒന്ന് പിറകോട്ട് നിൽക്കും, അവസാനത്തേക്കാണല്ലോ സാധാരണ വിജയിക്കാറുള്ളത്. എന്നാൽ ഈ സിനിമയിൽ തുടക്കം മുതൽ തന്നെ ഹീറോ മുൻപന്തിയിലായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. സിനിമയിലെ ക്ലൈമാക്സ് പോലെ തന്നെ മനോഹരമായ സുന്ദരമായ ഒരു റിസൾട്ടിലേക്ക് തന്നെയാണ് ബീഹാർ ജനത എത്തിച്ചിട്ടുള്ളത്. BJP ആണെന്ന് മാത്രം.
ഓ, റിപ്പോർട്ടർ ചാനലിന്റെ ഓണറൊക്കെ ഒന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഒന്ന് ചാടി എണീച്ച് ആവേശം കൊള്ളുക. ഫൈറ്റ് ആണ് ബീഹാറിൽ നടക്കുന്നത്. തേജസ്വി യാദവ് പക്ഷെ അപ്പോഴും പറയണം, കോൺഗ്രസ് ഒന്ന് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ, കോൺഗ്രസ് ഒന്ന് ചലിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തേജസ്വി യാദവിന്റെ കൈപിടിച്ച് മഹാഗഠബന്ധൻ വലിയ ആ ഭൂരിപക്ഷത്തിലേക്ക് കടന്നു കയറുമായിരുന്നു. തേജസ്വി, യു ആർ ദ മാൻ, യു ആർ ദ ഹീറോ. ഓ, യു ആർ ദ ഹീറോ. തേജസ്വിയൊക്കെ അങ്ങ് പൊക്കിയിട്ട് ഇതെങ്ങാനും BJP പരാജയപ്പെടി തേജസ്വിയൊക്കെ അവിടെ ജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ സ്റ്റുഡിയോ പാർട്ടി ഓഫീസാക്കി മാറ്റിയിരുന്നു, കോൺഗ്രസ് ഓഫീസാക്കി മാറ്റുമായിരുന്നു. അത്തരത്തിലാക്കി മാറ്റുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾ പരാജയപ്പെട്ടു പോയേക്കാം, പക്ഷേ നിങ്ങൾ പോരാടി താഴ്ന്നു വീഴുന്ന കർണനാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കുന്നു. യാദവിന്റെ കുതിപ്പാണ് നമ്മൾ കാണുന്നത്. 91. തേജസ്വി യാദവ് ഒക്കെ കിതച്ച് കിടപ്പാണ്. അരുൺകുമാർ, 91 നിർണായകമായ ഓ, BJPക്ക് JDU 50 കിടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ റിപ്പോർട്ടർ ചാനലിന്റെ ഓണർ ഉറക്കത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് വിളിച്ചു പറയാ. ഇവരുടെയൊക്കെ നിഷ്പക്ഷത ഓരോ ആളുകൾ തിരിച്ചറിയാം. BJPയും നിതീഷ് കുമാറിന്റെ JDUവും തേജസ്വിയുടെ മുന്നിൽ വിയർക്കുന്ന കാഴ്ച. പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ പിന്തുണയില്ലാത്തത് കൊണ്ട് മാത്രം മഹാഗഠബന്ധൻ ആ മാർച്ചിലേക്ക് നിലനിർത്താൻ പറ്റില്ല. എന്നാലും അതെ, വലിയ പോരാട്ടം തന്നെയാണ്, ശക്തമായ പോരാട്ടമാണ്. 2-2 എതിരാളി. നിങ്ങൾ കേട്ടില്ലേ? ഒരു പോരാട്ടവും ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട്, തേജസ്വി നേതൃത്വത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള പോരാട്ടവും നടന്നിട്ടില്ല. മറിച്ച് വലിയ പരാജയത്തിലേക്ക് 8 നിലയിൽ പൊട്ടിയതാണ് അവിടെ കോൺഗ്രസും ഈ പറയുന്ന തേജസ്വി യാദവ് ഒക്കെ. സകല രീതിയിലും 8 നിലയിൽ പൊട്ടിയിട്ട് എന്ത് പോരാട്ടോ! എങ്ങനെയാണ് ബീഹാർ ജനത ഇവരെ വിജയിപ്പിക്കുക? ഓരോ ആളുകളും തിരിച്ചറിയണം. ബീഹാറില് തേജസ്വി യാദവിന്റെ ഒക്കെ നേതൃത്വത്തിൽ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ വഖഫ് ബോർഡ് ആക്ട് എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയും. ഈ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ ശൈലിയാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ബോധമുള്ള അവിടെയുള്ള പൗരന്മാർ അംഗീകരിക്കുമോ? അതേസമയം നരേന്ദ്രമോദി സർക്കാരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു, അവർ വിജയിച്ചാൽ ജംഗൽ രാജായിരിക്കോ, കാട്ടുഭരണമായിരിക്കും, ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമായിരിക്കോ. ഇതൊക്കെ തിരിച്ചറിയുന്ന ബീഹാർ ജനത ദേശീയതക്കൊപ്പം നിലപാടെടുത്ത് കോൺഗ്രസ് ഒക്കെ 10 വർഷക്കാലം ഒന്ന് ബീഹാറിന്റെ ഹിസ്റ്ററി ഒന്ന് ചരിത്രമൊക്കെ ഒന്ന് എടുത്തു നോക്കണം. 10 വർഷക്കാലം ഭരിച്ച സമയത്ത് 8-9 മുഖ്യമന്ത്രിമാര് ഭരിച്ച്, പിന്നീട് ലാലു പ്രസാദ് യാദവ് ഒക്കെ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടായിരുന്നു. ഇതൊക്കെ അറിയുന്ന ബീഹാർ ജനത ഈ പറയുന്ന കോൺഗ്രസിനേക്ക് എടുക്കുവോ? ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും ഒരു ചുക്കിനും കൊള്ളില്ല. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ ഒന്നിനും കൊള്ളില്ല. എന്തോ മണ്ടത്തരം ഇങ്ങനെ വോട്ട് കോരിയ പറയുന്നില്ല, വോട്ട് കോരി അങ്ങ് പോയിക്ക്. എന്തൊരവസ്ഥയാ! ഈ തേജസ്വി യാദവും രാഹുൽ ഗാന്ധി ഒന്നും പിടിച്ച് ഒന്ന് മുട്ടി നിൽക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. ബീഹാർ ജനത നെഞ്ചിലേറ്റിയത് ദേശീയതക്കൊപ്പം നിലപാട് ഉയർത്തിപ്പിടിച്ചു തന്നെയാ. അത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. BJPക്ക് വലിയ ഭൂരിപക്ഷത്തിലേക്ക്, NDA വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ആവാത്ത വിധം കോൺഗ്രസും ഈ പറയുന്ന പ്രതിപക്ഷവും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ എന്നും രാജ്യത്തെ ജനത നെഞ്ചേറ്റി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സകലരും തിരിച്ചറിയും. പിന്നെ പരുത്തിക്കാട് അരുൺകുമാർ, അതേപോലെ റിപ്പോർട്ടർ, ഈ ഓണർ, ഇവരുടെയൊക്കെ ഒരു ആവേശം, നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖരുടെയും ഒരു പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു ആവേശം എന്ന് പറയുന്നത് മറ്റൊന്നല്ല. ബീഹാറിലെങ്ങാനും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തെ, നരേന്ദ്രമോദിയെ തന്നെ അങ്ങ് തകർക്കാമെന്നാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ തന്നെ തകരുമെന്ന സ്വപ്നവുമായിട്ടാ ഇവർ മുന്നോട്ട് പോയത്. അപ്പൊ ഇവർ ഇത്രയൊക്കെ ആവേശം ഉണ്ടാവും. പിന്നെ ഇവരൊക്കെ ഒന്ന് മരിച്ചതുപോലെ, ഉറങ്ങിയതുപോലെയായിരുന്നു. പിന്നീടുള്ള വാർത്തകളൊക്കെ തന്നെ വലിയ സ്വപ്നമായിരുന്നു. കേരളത്തിലെ സകല സുഡാപ്പികളും സകല മോദി വിരുദ്ധരും വലിയ സ്വപ്നത്തിലായിരുന്നു. നരേന്ദ്രമോദിയുടെ സർക്കാരിനെ തന്നെ തള്ളിയിടാമെന്ന് ആ മോഹമൊക്കെ ഉള്ളവർ ഏതെങ്കിലും മാളത്തിലേക്ക് പത്തി താത്തി അങ്ങ് പോയിക്കോളൂ എന്ന് തന്നെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകലർക്കും മുന്നോട്ട് വെക്കാനുള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ, നരേന്ദ്രമോദിയുടെ മികവിനുള്ള നേതൃത്വത്തെ രാജ്യത്തെ ജനത വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ റിസൾട്ട് തന്നെയാണ് ബീഹാറിൽ നിന്ന് പുറത്ത് വന്നത്. അതിൽ ഒരുപാട് സന്തോഷം.